ഇനി നമ്മൾ പോകുന്നത് സുൽത്താൻ ബത്തേരിയിലേക്കാണ്. അസംഷൻ ചർച്ചിൽ അവിടെ കുർബാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകുന്നത്, ക്രിസ്മസ് സന്ദേശം നൽകുന്നത് പ്രിയ ബഹുമാനപ്പെട്ട ജിനോജ് പാലത്താടത്തിൽ അച്ഛനാണ്. അച്ഛൻ പഴൂർ ഇടവാങ്ങമാണ്. ദേശങ്ങളിൽ പലരും അച്ഛനെ ഓർക്കുന്നുണ്ടാവും. കാരണം അച്ഛൻ ഇവിടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. 2010 അച്ഛന്റെ തിരുപ്പെട്ട സ്വീകരണം. അതിനുശേഷം തരിയോട്, ചുങ്കക്കുന്ന്, മുള്ളംകൊല്ലി എന്നിടവകൾ അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്തു. 2014-15 വർഷങ്ങളിലാണ് നമ്മുടെ ഇടവകയിൽ, ബത്തേരി റിസപ്ഷൻ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്തത്. തുടർന്ന് രാമനാഥപുരം രൂപതയിലെ കരിമാടി ഇടവകയിലെ വികാരിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ MSW പഠനം പൂർത്തിയാക്കി. തുടർന്ന് 2017 വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിയമിതനായി. അതോടൊപ്പം ബാവലി ഇടവകയിലും തുടർന്ന് പാറത്തോട്ടം ഇടവകയിലും വികാരിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. 2023 മെയ് മാസം മുതൽ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. അച്ഛൻ വളരെ നല്ല രീതിയിൽ തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിലേറെ സന്തോഷമുണ്ട്. അച്ഛൻ ഇടവകയിലായിരുന്നപ്പോൾ ഇടവയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങളെയും ഏറെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർത്തുകൊണ്ട് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ ദിനത്തിന്റെ ക്രിസ്മസിന്റെ സന്ദേശം നൽകുവാനായിട്ട് ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ കൊച്ചന്മാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കൾ, ഏവർക്കും സ്നേഹത്തോടെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സന്തോഷത്തിൻ്റെ, ക്രിസ്തുമസിൻ്റെ മംഗളമുള്ള ആശംസകൾ നേർന്നുകൊള്ളട്ടെ. വളരെ സന്തോഷത്തോടെയും അതിലേറെ ചെറിയ വിറയലോടും കൂടിയാണ് ഞാൻ ദേവാലയത്തിൽ ഇന്ന് നിൽക്കുക. കാരണം ഒരു 3 ആഴ്ച മുമ്പ് പ്രിയപ്പെട്ട വികാരിയച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അച്ഛൻ കൊച്ചച്ഛനൊക്കെ ആയിരുന്നാണല്ലോ, ക്രിസ്തുമസിന് ഒരു സന്ദേശം നൽകാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോഴും പിന്നീട് ചിന്തിച്ചപ്പോൾ ചെറിയൊരു വിറയലൊക്കെ തോന്നി. സന്തോഷമുണ്ട് ദേവാലയത്തിൽ വന്ന് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും നിങ്ങളോടുകൂടി ആയിരിക്കാനും സാധിക്കുന്നതിന് ഓർത്തിട്ട്. ദേവാലയം പണിതതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്നൊരു വിശുദ്ധ ബലി അർപ്പിക്കും. ഇതിൻ്റെ ആദ്യത്തെ തറക്കല്ലിടുമ്പോൾ ആ ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാനിവിടുന്ന് മാറി ട്രാൻസ്ഫറായിട്ട് പോവുക. തലേ ദിവസം പിതാവ് തറക്കല്ലിട്ട് പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞു, ക്രിസ്തുമസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസ് ദൈവം മനുഷ്യന് നൽകിയ വാക്ക് പാലിച്ചതിൻ്റെ ദിവസമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യത്തെ ക്രിസ്തുമസ് ദൈവം മനുഷ്യനോട് പറുദീസായി നൽകിയ ഒരു വാക്ക്, അതിൻ്റെ പാലനമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം.
ദൈവം മനുഷ്യന് നൽകിയ മാനദണ്ഡം എന്ന് പറയുന്നത് അത് സ്നേഹം കൊണ്ട് മാത്രമാണ് അവൻ മനുഷ്യനായി അവതരിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ദൈവത്തിന്റെ വാഗ്ദാനം എന്നുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. 600 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനത്തെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിച്ച് കേട്ടതാണ്. എന്താണ്, ആരാണ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. കാലാകാലങ്ങളിൽ മനുഷ്യൻ കാത്തിരുന്ന ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം നടക്കുക അത് രാജ്ഞിമാരുടെ ഇടയിലോ ഒന്നുമല്ല, പണക്കാരന്റെ മേലിലോ ഒന്നുമല്ല, ഒരു സാധാരണക്കാരി സ്ത്രീയുടെ ഇടയിലായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. അത് പരിശുദ്ധ അമ്മയാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ഈ ബാലികയുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും ദൈവത്തിന്റെ വാക്കുകൾക്ക് കാതു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്നുള്ളതും നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തിന്റെ പാതയിലൂടെ ഇപ്പോൾ എസൻഷ്യൽ ചർച്ച് സുൽത്താൻ ബത്തേരിയിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പാലക്കാട് ചക്കാന്തറ സെന്റർ ഓഫ്